കൂട്ടുകാരെ, ഇന്ന് നമുക്ക് 3-ാം ക്ലാസ്സിലെ മലയാളം ഒന്നാമത്തെ പാഠം നമുക്ക് നോക്കാം. എൻ്റെ മലയാളം കനകച്ചിലങ്ക. എന്താണ് കൂട്ടുകാരെ കനകച്ചിലങ്ക എന്ന് പറഞ്ഞ? കനകം എന്ന് പറഞ്ഞ സ്വർണം, ചിലങ്ക എന്ന് പറഞ്ഞാലോ ചിലങ്ക എന്ന് പറഞ്ഞ പാദസരം. ഈ പെൺകുട്ടികളുടെ കാലുമ്മയൊക്കെ നല്ല മുത്തുകളായിട്ടിട്ട് നടക്കുന്ന പാദസരം, ചിലും ചിലും എന്നൊക്കെ പറഞ്ഞ ശബ്ദത്തിലെ കുട്ടികളുടെ കാലുമ്മ അണിയുന്ന പാദസരമാണ് ചിലങ്ക. അപ്പോൾ കനകച്ചിലങ്ക എന്ന് പറഞ്ഞാലോ സ്വർണ്ണ പാദസരം. ഓക്കെ കൂട്ടുകാരെ, കനകച്ചിലങ്ക. എന്താ പാഠത്തിൻ്റെ പേര്? കനകച്ചിലങ്ക, സ്വർണ്ണ പാദസരം. ഇവിടെ സ്വർണ്ണ പാദസരം എന്ന് പറയുന്നത് ഈ മലയാള ഭാഷയെക്കുറിച്ചാണ്. നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ചാണ് സ്വർണ്ണ പാദസരം അതല്ലെങ്കിൽ കനകച്ചിലങ്ക എന്ന് പറയുന്നത്. മലയാള ഭാഷ എന്താണ്? നമ്മുടെ മാതൃഭാഷയാണ് മലയാള ഭാഷ. ഈ മലയാള ഭാഷയിലെ ഒരുപാട് കവികളും കവിതകളും കഥകളും കടങ്കഥകളും പഴഞ്ചൊല്ലുകളും ഇങ്ങനെ ഒരുപാടുണ്ട്. മലയാള ഭാഷയെ വർണ്ണിക്കാൻ ഒരുപാടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിച്ചാലോ? അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. BT ഭാസ്കരപ്പണിക്കർ എഴുതിയ കവിതയുടെ ചില വരികളാണ്. എന്താണ് കവി ഇവിടെ പറയുന്നത്? അമ്മ ചൊല്ലിത്തന്ന ഭാഷ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെയാണ്. അപ്പം അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെയാണ് ആ ഭാഷ. എന്താണ് അമ്മ ചൊല്ലിത്തന്ന ഭാഷ? നിങ്ങളുടെ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഏതാണ്? നിങ്ങൾ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ നിങ്ങളെ താരാട്ടു പാടിയത് ഏതു ഭാഷയാണ്? നിങ്ങളെ മാറോട് ചേർത്ത് കൊഞ്ചിച്ചത് അമ്മ ഏതു ഭാഷയിലാണ്? മലയാള ഭാഷയിലാണല്ലേ. അപ്പോൾ നിങ്ങളുടെ അമ്മ പറഞ്ഞു തന്ന, നിങ്ങളുടെ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഏതാ? മലയാളം. അമ്മയുടെ ഭാഷ മാതൃഭാഷ എന്ന് വെച്ചാൽ അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഏതാ? മലയാളം. അപ്പം അമ്മയുടെ ഭാഷ ഏതാ? അമ്മയുടെ ഭാഷ എന്ന് പറയുന്നത് എന്താ? മാതൃഭാഷ. നിങ്ങളുടെ മാതൃഭാഷ ഏതാ? മലയാളം. നിങ്ങളുടെ അമ്മയുടെ ഭാഷ, നിങ്ങളുടെ മാതൃഭാഷ ഏതാ? നമ്മുടെ മാതൃഭാഷ ഏതാ? മലയാളം. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ അമ്മ നമുക്ക് താരാട്ടു പാടി തന്നതും നെഞ്ചോട് ചേർത്ത് നമ്മളെ കൊഞ്ചിച്ചതും ഏതു ഭാഷയിലാണ്? മലയാള ഭാഷയാണ്. അപ്പം മലയാള ഭാഷയാണ് നമ്മുടെ മാതൃഭാഷ. അതുകൊണ്ട് കവി പറയുന്നത് നോക്കൂ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഏതാ? മലയാളം അല്ലേ. അപ്പം പറയാണ് അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. നമുക്ക് അമ്മയെ ഒരുപാട് ഇഷ്ടമാണ്. അതുപോലെ തന്നെ അമ്മ ചൊല്ലിത്തന്ന ഈ മലയാള ഭാഷ, നമ്മുടെ മാതൃഭാഷയും നമുക്ക് അമ്മയെപ്പോലെ തന്നെ ഇഷ്ടമാണല്ലേ. അപ്പോൾ ഇവിടെ കവി പറയുന്നത് എന്താ? അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെ പോലെ തന്നെയാണ് ഈ ഭാഷ അല്ലേ. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ച്, മാതൃഭാഷയെക്കുറിച്ചാണ് നമുക്ക് ഈ പാഠം പഠിക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിലെ അടുത്ത ഭാഗവുമായിട്ട് വീണ്ടും കാണാം. ബൈ.